ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ ഈ പരിപാടി ആമുഖമായിട്ട് നമുക്കൊരു വിശദീകരണം നൽകിയിട്ടുള്ള നമ്മുടെ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ്റെ ഡയറ്റ് കോഴിക്കോടിൻ്റെ ഇക്ബാൽ സാർ, അതുപോലെ തന്നെ ഈ ആമുഖ പ്രഭാഷണം നടത്തിയിട്ടുള്ള സബിന ടീച്ചർ, അതുപോലെ തന്നെ ഈ പരിപാടി അധ്യക്ഷം വഹിച്ചിട്ടുള്ള പ്രതീക്ഷ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, കുട്ടികളെ, ഗ്രീൻ ക്ലീൻ കേരള ഇവരെ ഒട്ടനവധി പരിപാടികളിൽ നമ്മൾ സന്നിധരായിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു പരിപാടി നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുള്ള അറിവ് വന്നിട്ടുള്ളത്. എന്തായാലും ഇതുപോലെ കുട്ടികളിലേക്ക് ഈ ഗ്രീൻ ക്ലീൻ കേരള എന്ന ഹരിത പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ എല്ലാവിധ ഇതിലും ആശംസ അറിയിക്കുകയാണ്. ഇവിടെ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള വിഷയം ലിംഗസമത്വം എന്നുള്ളതാണ്. ലിംഗസമത്വത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരുപാട് പുറകിലേക്ക് പോകുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിക്കാനുണ്ടാവും. കാരണം ഒരു കാലത്ത് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന, അതായത് ലിംഗസമത്വത്തിൻ്റെ പേരിൽ നടത്തുന്ന കുറേ അനാചാര പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒട്ടനവധി മാറ്റിയെടുക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഷയം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ടുള്ള അതിപ്രാധാന്യമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വേർതിരിവില്ലാത്ത ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുരുഷ ആധിപത്യത്തിനെതിരെ ഒട്ടനവധി പരിപാടികൾ സമൂഹത്തിൽ പല സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടിക്കൊണ്ട് സർക്കാർ സംവിധാനമായിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തനം. അതുപോലെ തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മളെ സമൂഹത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. രാത്രികാല നടത്തങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയൊരു സന്ദേശമാണ് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കാരണം സ്ത്രീകൾക്ക് എന്തുകൊണ്ട് രാത്രികാലങ്ങൾ നടന്നുകൂടാ? ആ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീകൾ രാത്രി നടന്നാൽ എന്തോ വഴി തെറ്റിപ്പോകും എന്നുള്ള ഒരു സമൂഹത്തിൻ്റെ മുന്നിലുള്ള ഒരു കാര്യത്തിന് തിരുത്താൻ വേണ്ടിക്കൊണ്ടാണ് നമ്മൾ അതുപോലെയുള്ള ഒരു പരിപാടി കുടുംബശ്രീ എന്ന നേരത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് മാത്രം നമുക്ക് ഈ പ്രവർത്തനങ്ങളൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല. ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് നടത്താനുണ്ട്. രാജ്യത്ത് ഒരുപാട് നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും നമുക്ക് പൂർണ്ണതയിൽ നമുക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഭരണതലത്തിൽ തന്നെ സ്ത്രീകൾക്കുള്ള സ്ത്രീ സംവരണങ്ങൾ, അതായത് വിവിധ മേഖലകളിലുള്ള സംവരണ, അതായത് MLA ആയാലും MP ആയാലും ജനപ്രതിനിധികളൊക്കെ ആയാൽ തന്നെ അവർക്കുള്ള സംവരണം നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് നടത്താനും കഴിഞ്ഞിട്ടില്ല. പ്രാദേശിക തലത്തിൽ ഒട്ടനവധി ഇതുപോലെയുള്ള സംവരണങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും സർക്കാരിൻ്റെ ചില പുരുഷാധിപത്യത്തിൻ്റെ ചില ഇടപെടൽ മൂലമാണ് ഈ നിയമങ്ങളൊന്നും നമുക്ക് നടത്താൻ കഴിയാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കോവിഡും അതുപോലെ തന്നെ പ്രളയമൊക്കെ വന്ന സമയത്ത് നമ്മൾ ജാതി മതമോ അല്ലെങ്കിൽ സ്ത്രീയോ പുരുഷനോ എന്നൊന്നും വകഭേദമില്ലാതെ നമ്മൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയതാണ്. കാരണം അന്നൊന്നും നമ്മൾ ഒരു വകഭേദവും കാണിച്ചിട്ടില്ല. കാരണം സ്ത്രീകളായാലും പുരുഷനായാലും അവരെ ജോലി, കാരണം നമുക്കറിയാം നഴ്സുമാരൊക്കെ PPE കിറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഈ ഹോസ്പിറ്റലിൽ, കാരണം വീട്ടിലേക്ക് എത്തി നോക്കാൻ പോലും കഴിയാതെ ഹോസ്പിറ്റലിൽ തന്നെ കഴിഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സമത്വങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ സ്ത്രീകൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എതിരായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് തന്നെ, ആ പോസ്റ്റ് ഇടുന്ന ആളുകളുടെ ഭാഗത്ത് തന്നെ വളരെ കൃത്യമായിട്ട് ഇടപെടൽ കൂടി സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒട്ടനവധി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കാരണം ഒന്ന്, ശമ്പളത്തിൻ്റെ കാര്യത്തിൽ തന്നെ സ്ത്രീകളല്ലേ, അവർക്ക് അത്ര മതി എന്നാണ് സമൂഹം വിധി ചെയ്തിട്ടുള്ളത്. എന്നാലും അതിനെതിരെ ഒട്ടനവധി സ്ത്രീ സംഘടനകളൊക്കെ തന്നെ രംഗത്ത് വന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മളെ കാവമ്പട്ടം UP സ്കൂൾ ഇതുപോലെയുള്ള ഒരു വിഷയം ഏറ്റെടുത്ത് നമ്മൾ നടത്തുന്നത്. കാരണം ഇതൊക്കെ ശരിക്ക് ഈ ലിംഗസമത്വം എന്ന് പറയുന്നത് പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്.
ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും പൂർണ്ണമായിട്ട് ഇത് കുട്ടികളിലാണ് നമ്മൾ ഈ ഈ ക്ലീൻ കേരളേൻ്റെ പരിപാടിയായാലും ഈ ലിംഗസമത്വത്തിൻ്റെ കാര്യമായാലും കുട്ടികളിൽ കൂടിയാണ് നമുക്ക് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നല്ല നിലയിൽ എത്തിക്കാൻ കഴിയുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവിടെ ഈ സെമിനാർ എന്തായാലും ഒരുപാട് കുട്ടികൾ, കാരണം നമ്മൾ ഈ സെമിനാർ അവതരിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് കുട്ടികളൊക്കെ തയ്യാറായിരിക്കുകയാണ്. അവരെ കൊച്ചു മനസ്സിലുള്ള കുറേ ആശയങ്ങൾ, അതാണ് നമുക്ക് വേണ്ടത്. അവരെ ആശയങ്ങളും അതുപോലെ മുതിർന്ന ആളുകളുടെ ആശയങ്ങളും എല്ലാം കൂടി കൂടിച്ചേരുമ്പോഴാണ് സമൂഹത്തിന് അതൊരു വലിയൊരു കാര്യമായിട്ട് മാറുക. എന്തായാലും ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.